ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നു മുതൽ കോപ്പറേറ്റീവ് ലോയുടെ ഒരു ക്ലാസ് ആരംഭിക്കുകയാണ്. എല്ലാ ക്ലാസ്സുകളിൽ നിന്നും വ്യത്യസ്തമായി കോപ്പറേറ്റീവ് ലോ വലിച്ചുവാരി പഠിപ്പിക്കുന്നതിന് പകരമായിട്ട് ഓരോ വിഭാഗത്തിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ് കോപ്പറേറ്റീവ് ട്യൂട്ടറിൽ ചെയ്യുന്നത്. ഈ ഒരു പഠന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻ്റായി കൊടുക്കുക. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് ഈ ഒരു കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിൽ ആഡ് ചെയ്യുന്നത്. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പമുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഇന്ന് കോപ്പറേറ്റീവ് ലോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഒരു ഭാഗമാണ് രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് മേ അപ്പോയിന്റ് എ പേഴ്സൺ ടു ബി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ദ സ്റ്റേറ്റ്. ഡാഷ് മേ അപ്പോയിന്റ് എ പേഴ്സൺ ടു ബി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാർ ആയിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ ഗവൺമെന്റ്, ഓപ്ഷൻ ബി ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഓപ്ഷൻ സി ഗവർണർ, ഓപ്ഷൻ ഡി ചീഫ് മിനിസ്റ്റർ. ആൻസർ ഓപ്ഷൻ എ ഗവൺമെന്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഗവൺമെന്റ് മേ ബി ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ കൺഫർ ഓൺ എനി പേഴ്സൺ ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ ആസ് പെർ സെക്ഷൻ. രജിസ്ട്രാറിന്റെ പവറിനെ പറ്റി പറയുന്ന സെക്ഷൻ. ഓപ്ഷൻ എ 3 subsection 1, ഓപ്ഷൻ ബി 3 subsection 2, ഓപ്ഷൻ സി 3 subsection 3, ഓപ്ഷൻ ഡി 3 subsection 4. ആൻസർ 3 subsection 2. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ദ സെക്ഷൻ 4 ഓഫ് KCS ആക്ട് ഡീൽസ് ഡാഷ് ഓഫ് സൊസൈറ്റീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ CSEB എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. KCS ആക്ടിന്റെ സെക്ഷൻ 4ൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഓപ്ഷൻ എ ഒബ്ജക്റ്റ്, ഓപ്ഷൻ ബി വർക്കിംഗ്, ഓപ്ഷൻ സി മാനേജ്മെന്റ്, ഓപ്ഷൻ ഡി ഓഡിറ്റ്. ആൻസർ ഓപ്ഷൻ എ ഒബ്ജക്റ്റ്. നാലാമത്തെ ക്വസ്റ്റ്യൻ: എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി രജിസ്റ്റേർഡ് ഓൺലി ഡാഷ് ലയബിലിറ്റി ആസ് പെർ KCS ആക്ട് 1969. 1969 KCS ആക്ട് അനുസരിച്ച് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നത് ഏത് ലയബിലിറ്റിയിലായിരിക്കും? ഓപ്ഷൻ എ ലിമിറ്റഡ്, ഓപ്ഷൻ ബി അൺലിമിറ്റഡ്, ഓപ്ഷൻ സി ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ്, ഓപ്ഷൻ ഡി ലിമിറ്റഡ് ആൻഡ് അൺലിമിറ്റഡ്. ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ എ ആണ് ലിമിറ്റഡ് ലയബിലിറ്റി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ആൻ ആപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി മെയ്ഡ് ടു. കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ആർക്കാണ് സമർപ്പിക്കേണ്ടത്? ഓപ്ഷൻ എ ഗവൺമെന്റ്, ഓപ്ഷൻ ബി രജിസ്ട്രാർ, ഓപ്ഷൻ സി മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ ബി രജിസ്ട്രാർ. ആറാമത്തെ ക്വസ്റ്റ്യൻ: ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഷാൽ ബി അക്കമ്പനീഡ് ബൈ ഡാഷ് കോപ്പീസ് ഓഫ് പ്രൊപ്പോസ്ഡ് ബൈലോസ് ഓഫ് സൊസൈറ്റി. രജിസ്ട്രേഷന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊപ്പോസ്ഡ് ബൈലോയുടെ എത്ര കോപ്പീസ് ആണ് സമർപ്പിക്കേണ്ടത്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. ആൻസർ ഓപ്ഷൻ ബി 3. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: വെൻ ഓൾ ആപ്ലിക്കൻസ് ആർ ഇൻഡിവിജ്വൽ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ദ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ ഡാഷ് പേഴ്സൺ ഫ്രം ഡിഫറെന്റ് ഫാമിലീസ്. ആൻസർ ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 25, ഓപ്ഷൻ ഡി 50. ആൻസർ ഓപ്ഷൻ സി 25. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഷാൽ ബി സൈൻഡ് ബൈ ഡാഷ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ സൈൻ ചെയ്യേണ്ടത് ആരൊക്കെയാണ്? ഓപ്ഷൻ എ ഓൾ ദ ആപ്ലിക്കന്റ്, ഓപ്ഷൻ ബി ചീഫ് പ്രൊമോട്ടർ, ഓപ്ഷൻ സി ഓൾ ദ മെമ്പേഴ്സ് ഓഫ് പ്രൊമോട്ടിംഗ് കമ്മിറ്റി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓൾ ദ ആപ്ലിക്കന്റ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ രജിസ്ട്രാർ മേ രജിസ്റ്റർ the cooperative society and its bylaw within a period of dash days from the date of receipt of application. Option A 15, option B 30, option C 60, option D 90. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ
ആ ഒരു ആപ്ലിക്കേഷൻ പരിശോധിച്ച് അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 15 ആണോ, 30 ആണോ, 60 ആണോ, 90 ആണോ? ആൻസർ 90. ഈ ഒരു ക്വസ്റ്റ്യനും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ രജിസ്ട്രാർ refuses to register a cooperative society, he shall communicate the order of refusal within a period of dash days from the date of refusal. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അത് ഏതെങ്കിലും കാരണവശാൽ നിരസിക്കുകയാണെങ്കിൽ എത്ര ദിവസത്തിനകം നിരസിച്ചു എന്നുള്ള കാരണം അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 20. ആൻസർ ഓപ്ഷൻ ബി 7. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് കോപ്പറേറ്റീവ് ലോയുടെ ക്ലാസ്സുകൾ ഇങ്ങനെ എടുത്താൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, വിലയേറിയ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ കമന്റായി കൊടുക്കുക. എല്ലാവർക്കും കോപ്പറേറ്റീവ് ലോ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഈ ഒരു രീതിയിലുള്ള പഠനം സഹായകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.